അപ്പോൾ മുട്ടർത്ത തേങ്ങയൊക്കെ നമുക്ക് ഇവിടെ നിക്ഷേപിക്കാം കേസ്. അവിടെ കേസ് അങ്ങനെ ഞങ്ങൾ കാണാമ്പുഴി വന്നു, ദൈവത്തിനെ തൊഴുതു, അന്നദാനമൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ് അല്ലേ സോ. കടകൾ സൈഡ് നാളികേരങ്ങളൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ കേസ് ഞങ്ങൾ പാലക്കാട് നിന്ന് മലപ്പുറം ജില്ലയിലുള്ള നമ്മുടെ ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോണ വഴി നല്ല മനോഹരമായ അടിപൊളി കാഴ്ചകളൊക്കെയാണ് ഞങ്ങൾ കണ്ടത് കേസ്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേസ് ഞങ്ങൾ കാടാമ്പുഴ ക്ഷേത്രത്തിന് മുൻപിലെത്തിയിട്ട് അപ്പോൾ ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ കേസ്. നമ്മൾ പോണ മുമ്പ് തന്നെ നിറയെ ഒരുപാട് കടകളുണ്ട്. എല്ലാ കടകളുടെയും ഫ്രണ്ടിൽ ഓരോ കൂടകളിൽ ഒരുപാട് നാളികേരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കേസ്. അപ്പോൾ അതൊക്കെ എന്തിനാണെന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോയി തൊഴുതിയിട്ട് അവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേസ്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡായിട്ട് തന്നെ നമുക്ക് മുട്ടറുക്കാനുള്ളതും വഴിപാടിന് ചീട്ടാക്കാനുള്ള ഒരു കൗണ്ടർ ഉണ്ട് കേട്ടോ കേസ്. അപ്പോൾ നേരെ അവിടെ പോയിട്ട് നമ്മൾ ചീട്ടാക്കണം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കേസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ദേഹമുട്ട്, കർമ്മമുട്ട്, ശത്രുമുട്ട് അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കി എഴുതിയിട്ട് വേണം നമുക്ക് തേങ്ങ നാളികേരം വാങ്ങാൻ വേണ്ടിയിട്ട്. ഇല്ല സോ ഈ കൗണ്ടറിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ സവോടെ ചീട്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വഴിപാടാണ് ചെയ്യേണ്ടതെന്ന് എഴുതി കൊടുക്കാം കേട്ടോ കേസ്. അപ്പോൾ ഞങ്ങൾ കാടാമ്പുഴയ്ക്ക് വന്നിട്ട് കുറേ കാലങ്ങളായിട്ട്, കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ സൗവും കൂടിയിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. അതിന് മുമ്പ് ഞാൻ ഫാമിലി ആയിട്ടാണ് വന്നിട്ട്, സൗവിൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ പണ്ട് ചെറുപ്പത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ കാലങ്ങളായി ഞങ്ങൾ ഇവിടെ കാടാമ്പുഴയ്ക്ക് വരണമെന്ന് വിചാരിച്ചിട്ട് ഗൈസ്. അപ്പോൾ ഇന്നൊക്കെയാണ് സാധ്യമായത്. അപ്പോൾ എന്തായാലും വന്നു, നമ്മൾ വഴിപാടൊക്കെ ചെയ്തു. ഇനി ഇവിടെ പോയി നാളികേരമൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ അമ്പലത്തിന് ദേവിയെ തൊഴുതാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ ഗൈസ്. അമ്പലത്തേക്ക് പോകണ താഴെ കാണണം കേട്ടോ നമ്മുടെ കാടാമ്പുഴ ക്ഷേത്രം. അപ്പോൾ ഇവിടെ പ്രസാദ കൂട്ടൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യാം കേട്ടോ, ഇവിടെയൊക്കെ ഇരിക്കാം. അപ്പോൾ ഹൈന്ദവ വിശ്വാസപ്രകാരം ജഗദീശ്വരിയായ ആദിപരാശക്തിയെ കിരാത രൂപത്തിലുള്ള ശ്രീപാർവതിയായിട്ടാണ് കേട്ടോ ഗൈസ് ഇവിടെ ആരാധിക്കുന്നത്. തേങ്ങയൊക്കെ നമുക്ക് ഇവിടെ നിക്ഷേപിക്കാം കേട്ടോ ഗൈസ്. അവിടെ കൊണ്ട് കിട്ടോ സോമേ. നമ്മൾ മുട്ട എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ മുട്ട എടുത്തതിൻ്റെ തേങ്ങകൾ 1-2 നമുക്ക് എടുത്തിട്ട് ബാക്കി നമുക്ക് ഇവിടെ നിക്ഷേപിച്ചിട്ട് പോകാം കേട്ടോ. അപ്പോൾ മതി ബാക്കി അതിൻ്റെ ഉള്ളിൽ കൊണ്ടുത്താം. എല്ലാം കിട്ടോ കിട്ടോ ഇടേ. അല്ല കേട്ടോ, എല്ലാവരും എല്ലാം ഇവിടെ ഉണ്ടാ? അതോ കുറച്ച് കൊണ്ടുപോകണ്ടോ? ഇല്ലല്ലോ, എന്നാൽ ഇത് വിട്. മുട്ടടുത്ത് തേങ്ങയൊക്കെ നമുക്കതിൽ നിക്ഷേപിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ 2 വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് എടുത്താണ്. പക്ഷെ അത് വിടണം പറഞ്ഞ് സമയം വളർത്തിട്ട് പോകാൻ ശരിയായിട്ട് ഇടാൻ പോകണം. അപ്പോൾ ഞങ്ങൾ പോയി തൊഴുതി മുട്ട എടുത്തിട്ട് വന്നു കേട്ടോ ഗൈസ്. ഇവിടെ വിഗ്രഹ പ്രതിഷ്ഠയൊന്നുമില്ല, പകരം ഒരു കുഴിയുടെ മുകളിലുള്ള കണ്ണാടി മാത്രമാണ് കേട്ടോ ഗൈസ് പ്രതിഷ്ഠ. ശ്രീചക്ര പ്രതിഷ്ഠയാണത്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാടിയിൽ കാണുന്ന ഭക്തരുടെ പ്രതിബിംബം തന്നെയാണ് ഭഗവതിക്കും എന്ന അദ്വൈത വിശ്വാസം ഇത് സൂചിപ്പിക്കുന്നു. വനദുർഗ ഭാവമുള്ളതിനാൽ ശ്രീകോവിലിന് മേൽക്കൂരില്ല കേട്ടോ ഗൈസ് ഈ അമ്പലത്തിൽ. ഇവിടുത്തെ പൂമൂടൽ, മുട്ടറക്കൽ എന്നീ വഴിപാടുകൾ പ്രസിദ്ധമാണ്. അപ്പോൾ ഗൈസ് ഈ വെള്ളം വരുന്നത്, ഈ സ്റ്റെപ്പിലൂടെയുള്ള വെള്ളം വരുന്നതേ മേലെ ഒരു കുളമുണ്ട് കേട്ടോ. ഈ അമ്പലത്തിലൊരു മെയിനായിട്ടുള്ള ഒരു കുളമുണ്ട് ആ മേലെ. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു ഉറവയാണ് ഗൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ കാണുന്നത് ഇപ്പോൾ ശാസ്താവിൻ്റെ ഒരു ശ്രീകോവിലായിരുന്നു നമ്മളിപ്പോൾ കണ്ടത്. ഇതാണ് കേട്ടോ ഗൈസ് ആ കുളം. മേലെ പോന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ കുളം വർഷങ്ങളായിട്ട് ഒരുപാട് കാലങ്ങളായിട്ടുള്ളൊരു കുളമാണ്. നല്ല നീരുറവയൊക്കെയുള്ള തെളിച്ചമായ വെള്ളമുള്ളൊരു കുളമാണ് കേട്ടോ ഗൈസ്.
അപ്പോൾ അമ്പലത്തിൽ തൊഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ കുളത്തിൽ മേലെ കയറി 2-3 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഈ കുളമൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഞാൻ താഴെ നിൽക്കാണ്ട് കേസ് സൗമ്യയാണ് പോയിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് വന്നത്. ഞാൻ ശാസ്താവിനെ തൊഴുതിയിട്ട് ഞാനിവിടെ തേങ്ങ ഉടയ്ക്കുന്നതിൻ്റെ അവിടെ നിൽക്കാണ്ട് കേസ്. ഓക്കെ, ഞങ്ങൾ അമ്പലത്തിൽ തൊഴുത് ഇറങ്ങിയിട്ട് ശ്രീകോവിൽ അവിടെയാണ് ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരണം അല്ലേ? ഇനിയുണ്ട് കുറച്ച് കയറാൻ മേലേക്ക്. അപ്പോൾ ഗൈസ് ഞങ്ങൾ അന്നദാനം കഴിക്കാൻ വേണ്ടി പോവാണ്. കുറച്ച് ക്യൂ ഉണ്ട്. അപ്പോൾ ഞങ്ങളും പോയി ക്യൂ നിന്നിട്ട് അന്നദാനമൊക്കെ കഴിച്ചിട്ട് വരാട്ടെ ഗൈസ്. ഗൈസ് അങ്ങനെ ഞങ്ങൾ കാണാമ്പുഴി വന്നു, ദൈവത്തിൻ്റെ തൊഴുതു, അന്നദാനമൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ് അല്ലേ? സോ അപ്പോൾ ബാക്കിലാണ് ഞാൻ അന്നദാനമൊക്കെ കഴിക്കണം. അവിടെ നിന്ന് കഴിച്ചിട്ട് ഇവിടെ വന്നത് താഴെ കേട്ടോ. അവിടെ നിന്ന് കഴിച്ചിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ 12 മണിയായി നട അടച്ച്, ഇനി 3 മണിക്ക് തുറന്നു. അപ്പോൾ ഞങ്ങൾ അന്നദാനമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് കേസ്. അപ്പോൾ പാർക്കിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ കാഴ്ചകളാണ് താഴെ കാണുന്നത് കേസ്. ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് വിശാലമായ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ കേസ്. അതിന് തൊട്ട് തന്നെ ടോയ്ലറ്റും ഉണ്ട്. നാളികേരങ്ങളൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. എന്താ ഇവിടെ ഒരുപാട് റെസിഡൻസികളൊക്കെ ഉണ്ട് കേട്ടോ കേസ്. അപ്പോൾ നമുക്ക് ഇവിടെ താമസിക്കുകയും ചെയ്യാം. അമ്പലത്തിൻ്റെ നേരെ മുൻവശത്തായിട്ടാണ്, അവിടെയാണ് അമ്പലം വരുന്നത്. നേരെ മുൻവശത്തിൽ നിറയെ എന്താ പറയുക ലോഡ്ജുകൾ, റൂമുകളൊക്കെ കിട്ടുന്നുണ്ട് കേസ്. ഹോട്ടലുകളും ഉണ്ട്, ഒരുപാട് ഹോട്ടലുകളും ഈ ഭാഗത്തൊക്കെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ പെരിന്തൽമണ്ണ പാലക്കാട് റൂട്ടിലൂടെ ഇങ്ങനെ വരുമ്പോൾ ഒരു ആലിൽ ഒരു സ്ത്രീയുടെ മനോഹരമായ ചിത്രം വരച്ചിരിക്കുന്നത് ഒരുപാട് റീൽസിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാണ് ആദ്യമായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി അവിടെ നിർത്തിയതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.